ഇപ്പോൾ കോഴിക്കോട് നിന്നും ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. കോഴിക്കോട് മണക്കടവ് റോഡിലെ ആക്രിക്കടയിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. കട പൂർണ്ണമായും കത്തിനശിച്ചിരിക്കുന്നു. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ദീപക് മലയമ്മ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മലയമ്മ, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഒരു തീയുടെ വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. എന്താണ് സംഭവം? എന്തുകൊണ്ടാണ് ഈ തീ പിടിച്ചത്? പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമായോ? അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അബ്ദുറഹ്മാൻ എന്ന ആളുടെ ഉടമസ്ഥതയിലാണ് പെരുമണയ്ക്കടുത്ത് മണക്കടവ് റോഡിൽ ഈ ആക്രിക്കടയുള്ളത്. അതിൽ തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തത വന്നിട്ടില്ല. ഇന്നലെ രാത്രിയോടുകൂടി തീയും വലിയ രീതിയിൽ പൊട്ടൽ എന്ന ശബ്ദമൊക്കെ കേട്ടിട്ടാണ് നാട്ടുകാർ ഇത് വിവരം അറിയിക്കുന്നത്. അങ്ങനെ ബീച്ച്, മീൻചന്ത ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഫയർ യൂണിറ്റുകൾ അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തി. ആദ്യഘട്ടത്തിൽ തീ അണയ്ക്കാൻ അത്ര കണ്ട് എളുപ്പമായിരുന്നില്ല. കാരണം ആ കടയിൽ അത്ര കണ്ട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് JCB ഉൾപ്പെടെ എത്തിച്ച് അല്പമൊക്കെ സാധനങ്ങൾ നീക്കിയിട്ടതിന് ശേഷമാണ് ആ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുള്ളത്. പൂർണ്ണമായും അണയ്ക്കുന്നതിലേക്ക് എത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും തീ അണയ്ക്കുന്ന നടപടികൾ ഫയർ യൂണിറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ അതിന് തൊട്ടടുത്തൊരു ജുമാ മസ്ജിദ് ഉണ്ട്. അവിടേക്ക് ഈ തീയുടെ ചൂടേറ്റിട്ട് അതിൻ്റെ ജനൽച്ചില്ല തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഈ ആക്രിക്കട നിൽക്കുന്നതിൻ്റെ തൊട്ട് അരികിൽ തന്നെ ഒരു വീട്ടിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്നുണ്ടായിരുന്നു. ഈ തീ വരുന്നത് കണ്ടിട്ട് ഭയന്ന ഒരു അതിഥി തൊഴിലാളി ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നടുവിന് പരിക്കേറ്റിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 7 ലക്ഷത്തോളം രൂപയുടെ സാധന സാമഗ്രികൾ പ്രാഥമികമായി നശിച്ചു എന്നുള്ളതാണ് ഒരു കണക്കായിട്ട് ഉള്ളത്. എന്തായാലും തീ അത്ര കണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല എന്നുള്ള അല്പം ആശ്വാസമുണ്ട്. കാരണം തൊട്ടടുത്തൊക്കെ നിരവധി കടകൾ ഉൾപ്പെടെയുള്ളതാണ്. അവിടേക്കൊന്നും പടരാതിരുന്നത് കൊണ്ട് അത് ആശ്വാസകരമായ സാഹചര്യം സൃഷ്ടിച്ചു. ഇപ്പോഴും തീ അടയ്ക്കാനുള്ള പൂർണ്ണതോതിൽ അടയ്ക്കാനുള്ള ശ്രമങ്ങൾ ഫയർ യൂണിറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഓക്കെ, താങ്ക് യു ദീപക്. ദീപക് റിപ്പോർട്ട് ചെയ്തതുപോലെ ആക്രിക്കടയിൽ ആണ് തീ പിടിച്ചത്. തീ ഇപ്പോൾ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കി. 7 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് വരുന്നത്. നിലവിൽ കോഴിക്കോട്ട് നിന്നാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദീപക് മലയമ്മ.